സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻ ഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാൻ നിന്ന് മോദമാ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമാ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. മഹത്വമുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തിക്കുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോവുകയും ചെയ്തുവല്ലോ. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടുമില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരെ നീ എതിരേൽക്കുന്നു. അവർ നിന്റെ വഴികളിൽ നിന്നെ ഓർക്കുന്നു. നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിൽ അകപ്പെട്ടു. ഇതിൽ ഞങ്ങൾ ബഹുകാലം കഴിച്ചു. ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. ഞങ്ങളുടെ നീതി പ്രവർത്തനങ്ങളൊക്കെയും കറ പുരണ്ട തുണി പോലെ ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും നിന്റെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. നിന്നെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. നിന്റെ മുഖം ഞങ്ങൾ കാണാതെ വണ്ണം നീ മറച്ചു വെച്ചു. ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. യഹോവേ, ഉഗ്രമായി കോപിക്കരുതേ, അകൃത്യം എന്നേക്കും ഓർക്കരുതേ. അയ്യോ, കടാക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ ജനമല്ലോ. നിന്റെ വിശുദ്ധ നഗരങ്ങൾ ഒരു മരുഭൂമിയായിരിക്കുന്നു. സിയോൻ മരുഭൂമിയും യെരൂശലേമിലും നിർജ്ജല പ്രദേശവും ആയിത്തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ സ്തുതിച്ചുകൊണ്ട് പോന്നിരുന്നതായി വിശുദ്ധിയും ഭംഗിയുമുള്ള ഞങ്ങളുടെ ആലയം തീക്ക് ഇരയായിത്തീർന്നു. ഞങ്ങൾക്ക് മനോഹരമായിരുന്നതൊക്കെയും ശൂന്യമായി കിടക്കുന്നു. യഹോവേ, നീ ഇത് കണ്ട് അടങ്ങിയിരിക്കുമോ? നീ മിണ്ടാതെ ഇരുന്ന് ഞങ്ങളെ അതികഠിനമായി ക്ലേശിപ്പിക്കുമോ? നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എൻ്റെ രക്ഷകൻ്റെ ഇഷ്ടമെല്ലാം ചെയ്തു
വേല തികയ്ക്കുന്നതെൻ്റെ ആഹാരം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമാ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമാ. നിന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ.